പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഇന്ന് എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു അവരെല്ലാം ആരോഗ്യത്തോടെയും ഒരു അപകടവും ഇല്ലാതെ അവിടെ മുടിനാറിന് പോലും കേടില്ലാതെ തിരിച്ചു വരാൻ മാതാവിന്റെ മധ്യസ്ഥത്തിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവ് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായാലും പബ്ലിക്കായാലും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾ പോകുന്ന പണിപ്പാടുകൾ, ജോലി ചെയ്യുന്ന ഇടങ്ങൾ, ഓഫീസാകാം, ആശുപത്രിയാകാം, കണ്ടുമുട്ടുന്ന വ്യക്തികള്, നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് പണി തരുന്നതിനും നിങ്ങൾ അകപ്പെടുത്തുന്നതിന് വേണ്ടി മനസ്സുകൊണ്ട് വക്രത കാണിക്കുന്നവർ, അവർ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവർ, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ,
അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, let the fire fingers walk with the precious blood. Lord, infuse His Spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങൾ, ഞാൻ എന്തായാലും സുവിശേഷ ഭാഗ്യം എടുത്തതെന്ന് അറിയാമല്ലോ അല്ലേ? സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിച്ചത്. അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല ഇവിടുന്ന് കേട്ടതാ പഠിച്ചതൊന്നുമല്ല, വായിച്ചതൊന്നുമല്ല. ഇപ്പൊ എന്താ പറയണമെന്ന് അറിയാമോ? മത്തായി 5:5 അല്ലേ? ശാന്തശീലർ ഭാഗ്യവാന്മാർ. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഭൂമി അവകാശമാക്കും. ശാന്തത ശീലമായിട്ടുള്ളവർ. ശീലം എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ് ഈസ് റിപ്പീറ്റഡ് ആക്ഷൻ. ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത്. കർത്താവ് എന്താ പറയണത്? ശാന്തത, ഒരു സുവിശേഷ സാക്ഷി ശാന്തത ശീലമാക്കണമെന്ന്. എന്നുവെച്ചാൽ ശാന്തതയ്ക്കെതിരെയാണ് എന്താണുള്ളത്? പ്രക്ഷുബ്ധത, ടെൻഷൻ. എല്ലാവരും പറഞ്ഞു ടെൻഷനാണോ? എല്ലാത്ത ടെൻഷനാണെന്ന് പറയുന്നത്. അപ്പൊ ടെൻഷനാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. എന്താ കാര്യം? ഇതിൻ്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു. ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷുബ്ധ അവസരം ഉണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കിഡ്നി പേഷ്യൻ്റ്. നിങ്ങളിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പം എൻ്റെ കൂടെയൊക്കെ പറയും അച്ഛൻ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. എന്താ കാര്യം അറിയാമോ? രോഗശാന്തി നൽകുന്ന ആൾ തന്നെ രോഗിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് അപ്പോസ്തലനും രോഗിയായിരുന്നു. പല ആൾക്കാരും സുവിശേഷ വേലക്കാർ രോഗികളായിരുന്നു. അവരാ രോഗം അനുഭവിച്ചു തന്നെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ ശരീരത്തെ സംവഹിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ. അപ്പോൾ പക്ഷേ എങ്ങനെയാണ്? പ്രഷർ വന്നിട്ടാണ് ഇങ്ങനെ കിഡ്നി ഷ്രിങ്കായത്. പ്രഷർ എങ്ങനെ വന്നതാ? ദൈവം നമുക്ക് ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ തരും. അത് പക്ഷേ സമൂഹത്തിനോ സഭയ്ക്കോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകും. നമ്മൾ മനുഷ്യരാണല്ലോ. നിങ്ങൾ ആ മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ പ്രഷർ ഉണ്ടാകും. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അതായത് ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ 96 അന്ന് ഞാൻ കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാണ്. കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാകുമ്പോൾ ഒരു 5 മണിക്കാണ് കടൽ തീരത്ത് നമ്മൾ ജവമാല റാലി പോയില്ലേ, ആ വഴികളിലൊക്കെ അച്ഛൻ പണ്ട് കടലോര കൺവെൻഷൻ നടത്തിയിട്ട് 1000 ഇരുന്ന സ്ഥലം. ഇപ്പം നിങ്ങൾ മാരാരി കുളത്തില്ല വന്നിരുന്നത്. 5 ലക്ഷത്തോളം മനുഷ്യരെന്നല്ലേ പറയണത്, പോലീസിൻ്റെ കണക്കാണ്. അന്നത്തെ ഒന്നുമില്ല, അന്ന് 10,000 ആളെ ഉണ്ടാകാൻ 10,000 ആള്. പക്ഷേ എന്ത് പറ്റി? ആ കടത്തീരത്തെ പന്തലിൽ വൈകുന്നേരം ഇരിക്കാൻ നേരം സുഖമാണ്. പക്ഷെ ഇരിക്കാൻ നേരത്ത് ഒരു 3 മണിയായപ്പോൾ എന്നെ വിളിച്ചു പറയാണ് ഇന്ന് കൺവെൻഷൻ നടക്കില്ലെന്ന്. അപ്പം എനിക്ക് ടെൻഷനായി. കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഞാനൊരു മരിപ്പടിയത്തിൽ പോയപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എന്നെ കണ്ട്, എന്നെ പരിചയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പരിചയമുണ്ട്, ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ചേട്ടാ ക്ഷമിക്കണം, ഞാൻ കുറേ നാളായി നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ പറഞ്ഞ് ഞാനാണെച്ചാ തിമിംഗലത്തെ മുറിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഈ വൈകുന്നേരം ധ്യാനം നടത്താൻ വേണ്ടി ചില 3 മണിയായപ്പോൾ തങ്കച്ചായൻ അന്നത്തെ വലിയ പ്രവർത്തനമായിരുന്നു പുള്ളി. എന്നെ വിളിച്ച് പറഞ്ഞു, ധ്യാനം നടക്കുമെന്ന് തോന്നുന്നില്ല, ഒരു തിമിംഗലൻ ചത്ത് ചീഞ്ഞ് നമ്മുടെ കടപ്പുറത്ത് പന്തൻ്റെ അരികിൽ അടിഞ്ഞിരിക്കുകയാണ്. അപ്പം നിനക്കറിയാമല്ല, ഒരു പാമ്പ് ചത്താൽ തന്നെ വല്ലാത്ത വാടയിരിക്കും, ദുർഗന്ധമായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു വലിയ തിമിംഗലം എന്ന് വെച്ചാൽ ഒരു 30-40 അടി ഉള്ള, നമുക്കൊരു 6 ആളിൻ്റെ പൊക്കമുണ്ട്. അത് അടിഞ്ഞു കിടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഞാൻ ഉടനെ ശരീരം തളർന്നു പോയി. അതാണ് ഈ പ്രഷർ. ഇപ്പം നിങ്ങൾക്ക് അച്ഛൻ എന്ത് പ്രഷർ എന്നൊക്കെ ചോദിക്കത്തില്ലേ? നമ്മൾ ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രഷറുണ്ട്, ഓരോരോ തരത്തിൽ. അപ്പം പിന്നെ എന്ത് ചെയ്ത് അന്നത്തെ ആ ഒരു ജനങ്ങളുടെ ഇടയിലുള്ളൊരു സ്വാധീനം കൊണ്ട് തങ്കച്ചായനൊക്കെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് പീറ്ററൊക്കെ ഉണ്ടായിരുന്നു കൂടെ. എന്നിട്ട്
വന്നിട്ട് ഈ സാധനത്തിന് മുഴുവനും പല കഷ്ണങ്ങളായിട്ട് അവർ അറുത്തറുത്ത് ഇറങ്ങി. എന്നുവെച്ചാൽ നെയ്യ് ചത്ത് ചീച്ച സാധനത്തിന് നെയ്യ് ഈ ചൂടിൽ തിളച്ചിട്ട് നമ്മൾ കുടൽ പോലും പുറത്തു വന്ന് ഛർദ്ദിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ആൾക്കാർ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഈ ചെറിയ വള്ളങ്ങൾ എടുത്തിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവിടെ ചെല്ലണ മുമ്പ് തന്നെ അവർ കടലിൽ കൊണ്ടുപോയി സാധനത്തിനെ കളഞ്ഞു. ടെൻഷനാണ്. മാതാവ് നന്നായിട്ട് നടത്തിയ ധ്യാനം. അപ്പം ചില സമയത്തേ നമ്മുടെ പ്രാർത്ഥനകൾ പോരാതെ വരുമ്പോഴാണ് എക്സ്ട്രാ ടെൻഷൻ വരുന്നത്. നിങ്ങൾ ഓർക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ കല്യാണമൊക്കെ നടത്തുകയാണ്, വീട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സാമാട്ടിൽ ഉടമ്പടി പാലിച്ചു പോകണം. വെക്കുമ്പോൾ ഒക്കണ്ടെന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ടെൻഷൻ ചിലപ്പോൾ വരും. എന്താണെന്ന് അറിയാവാ, അത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമില്ല. കാര്യം ദൈവം അവസാനം കൃത്യമായിട്ട് ചെയ്യും. ചിലപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് കാല് മറിക്കളയും. അപ്പം നമ്മൾ ഒരിടത്ത് ഇല്ലാതായി പോകും. ഇത് വേർത്ത് തലയും പോയി അവിടെ കിടക്കും പോയി. അപ്പം നിങ്ങൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം. അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാം വിളിച്ച് പറഞ്ഞു, കൊച്ചി മുതൽ ആലപ്പുഴ പുന്നപ്പുറ വരെ കടകോരത്ത് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്നെന്ന്. ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ദുരന്തം ഉണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ്റെ ഒരു കാരണം, കടലോരത്ത് ടൈറ്റായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപക്ഷെ അക്കാലങ്ങളിൽ കൃപാസനത്തിൽ മാത്രമേ കടലോട് അരി ചേർന്ന് ഈ 2 ജില്ലകളിലെ ചെയിൻ പോലെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കാം ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് അറിയാം, ജനങ്ങളോട് പ്രാർത്ഥിക്കും. ദുരന്തം കടൽ വഴിയാണ്, സുനാമിയാണ് വരണം നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവത്തിൻ്റെ ഒരു ഭാഗം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോഴീ പ്രക്ഷുബ്ധത ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ശാന്തത ശീലമാക്കണം. അല്ലാതെ നമ്മളും പ്രക്ഷുബ്ധമാകരുത്. ആ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് നമുക്ക് ശാന്തത നൽകണത്. ശാന്തത ശീലമാക്കണം. ഭൂമി കൈവശമാക്കുമെന്ന് എന്താണ് ആ ലക്ഷ്യം അവസാനം നമ്മൾ നേടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ആദ്യമേ തന്നെ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് വെർജിൻ മേരി. തിരുവനന്തപുരം രൂപതയിൽ വിഴിഞ്ഞ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2019 ഡിസംബർ മാസത്തിലാണ്. ആദ്യത്തെ സാക്ഷ്യം, ഞങ്ങളുടെ നാട്ടിലെ വീട്ടിനടുത്ത് 2 വീട്ടുകാർ തമ്മിൽ വഴക്കായിരുന്നു. അപ്പോൾ 2 പയ്യന്മാർ തമ്മിൽ നല്ല രീതിയിൽ അടിപിടി കൂടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിൽ അന്നേരം ആണുങ്ങളാരുമില്ല, ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാം ഓടിച്ചെന്ന് ഇവരെ 2 പേരെയും പിടിച്ചു മാറ്റി വിട്ടു. അപ്പോൾ ഞങ്ങൾ പിടിച്ചു മാറ്റി വിട്ടത് കാരണം ആ എതിർ പാർട്ടിയിലുള്ളവർ ഞങ്ങളെല്ലാം കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ അവരെ അടിച്ചെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കേസ് കോടതിയിലായി. എല്ലാവരും ചെന്ന് ജാമ്യം എടുത്തു. എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാനില്ലാത്ത സമയത്ത് എനിക്ക് 2-3 തവണ വാറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനില്ലാത്തതുകൊണ്ട് അത് തിരിച്ചു പോയി. അപ്പോൾ ഞാൻ ഒരു തവണ ലീവിന് നാട്ടിൽ വന്നപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞ് ആദ്യം ചെന്ന് വക്കീലിനെ കണ്ട് ജാമ്യം എടുക്കുക, ഇല്ലെങ്കിൽ അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വക്കീലിനെ കാണാൻ പോകാതെ നേരെ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്താണ് വന്നത്. ഇവിടെ ഞാൻ കയറി വന്ന സമയത്ത് തന്നെ എൻ്റെ ചേച്ചിയുടെ ഫോൺ കോൾ വരുന്നു, നീ ഇന്ന് വക്കീലിനെ കാണാൻ പോയില്ലേ എന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു, ഞാൻ വക്കീലിനെ കാണാൻ പോയില്ല, ഞാൻ അമ്മ മാതാവിനെ കാണാനാണ് വന്നത്. ഉടമ്പടി എടുത്തിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ മാതാവ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ഒരേ ഒരു കാര്യം, എനിക്ക് കോടതി വരാന്ത പോലും കാണാൻ കഴിയാതെ എന്നെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ തന്നെ വക്കീൽ വിളിച്ച് പറയുന്നു, ഈ കേസ് പിന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന്. നേരത്തെ പറഞ്ഞത് അടുത്ത ദിവസം കേസിന് ഹാജരാവണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ വക്കീൽ വിളിച്ച് പറഞ്ഞു, ഈ കേസ് ഇപ്പോൾ എടുക്കുന്നില്ല, പിന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കൊറോണയൊക്കെ വന്ന് ഇതുവരെയും അതിനെക്കുറിച്ച് ആരും ഒരു അന്വേഷണത്തിനും വന്നിട്ടില്ല. അപ്പോൾ അതിന് ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കരമായിട്ട് നടുവേദന ഉണ്ടായി. ആ നടുവിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇടത് സൈഡ് കാലിലൂടെ താഴേക്ക് ഇറങ്ങി കാലിൻ്റെ അറ്റം വന്ന് മരവിച്ച് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, വേദന സഹിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ദിവ്യബലിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് എനിക്ക് ഈ വേദന അനുഭവപ്പെടുന്നത്. ഒരു ദിവസം ഞാൻ പള്ളിയിൽ നിന്ന് തിരിച്ച് വന്നിട്ട് എനിക്ക് വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്
വന്ന പാടെ വീട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ ഞാൻ മൊബൈൽ ഓപ്പൺ ചെയ്ത് അച്ഛൻ്റെ റിട്രീറ്റ് കേൾക്കാമെന്ന് വിചാരിച്ച്. അപ്പം മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യമായിട്ട് തന്നെ അച്ഛൻ എൻ്റെ ഈ രോഗവിവരമാണ് അച്ഛൻ പറയുന്നത് മൈക്കിലൂടെ. എനിക്ക് അതിശയമാണ് തോന്നിയത്. എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് അച്ഛൻ ഇതുപോലെ ഈശോ കൊടുക്കുന്ന അത്ഭുതങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുമായിരുന്നു ഇതെങ്ങനെ അച്ഛന് പറയാൻ കഴിയുന്നുവെന്ന്. അപ്പോൾ അതെനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു തോന്നിയത്. പിന്നെ അച്ഛൻ പറഞ്ഞു ഈ മരവിപ്പ് തന്നെ മാറിക്കൊള്ളും, സാക്ഷ്യം പറയണമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അത് 2-3 ദിവസത്തിനകം തന്നെ അത് മാറുകയും എനിക്ക് പഴയതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ കഴിയുകയും ചെയ്തു. പിന്നെ 3ാമത്തെ സാക്ഷ്യം, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ എല്ലാ ദിവസവും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വെളുപ്പാൻ രാവിലെ 3 മണിക്ക് എനിക്ക് സ്വപ്നത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങിയതായിട്ട് എനിക്ക് സ്വപ്നം കാണാൻ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സ്ഥലം തന്നെ സ്വന്തമായി വാങ്ങാനുള്ള കൃപ എനിക്ക് ഈശോ തന്ന് അനുഗ്രഹിച്ചു. അതിന് ഏറ്റവും വലിയ അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പിന്നെ ഒരു സ്ഥലം ഇടപാടുണ്ടായിരുന്നു. അതിന് ഞാൻ കാശെല്ലാം കൊടുത്തിട്ടും എനിക്ക് പ്രമാണം ചെയ്ത് കിട്ടാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ അച്ഛൻ്റെ റിട്രീറ്റ് ഒരു ദിവസം കേട്ടപ്പോൾ അച്ഛൻ അതിൽ ഒരു 3 ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ 2 ഡേറ്റുകൾ എടുത്ത് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞത് 10, 11, 56 എന്ന 3 ഡേറ്റ് ആയിരുന്നു. ഞാൻ അതിൽ 11ഉം 56ഉം 2 ഡേറ്റുകൾ എടുത്ത് പ്രാർത്ഥിച്ചു. ആ 2 ഡേറ്റിലും എനിക്ക് കാശിടപാട് ക്ലിയറായി കിട്ടുകയും ആ വസ്തുവിൻ്റെ പ്രമാണം നടന്നു കിട്ടുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും എനിക്ക് ഓരോ നിമിഷവും എന്നോടൊപ്പം നിന്ന് എൻ്റെ എല്ലാ സങ്കടങ്ങളിലും എന്നെ രക്ഷിക്കുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ പത്രം വാങ്ങി പള്ളി ബേസ് ചെയ്ത് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഞാൻ ഒരു യഹൂദ ഫാമിലിയെ മുഴുവനായിട്ടും ഈശോയിലും അമ്മ മാതാവിലും അവരെ അടുപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അവരുടെ കുടുംബത്തിൽ ഏതൊരാൾക്ക് ഒരു അസുഖം വന്നാലും ഒരു യാത്ര അവരെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും ആദ്യമേ എന്നെ വിളിച്ച് മാതാവിൻ്റെ അഭിഷേക തൈലം അവരുടെ ശിരസിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ പറയും. അതുപോലെ ഉപ്പ് അവരുടെ വായിലിട്ട് കൊടുത്താൽ അവരത് വിശ്വാസത്തോടുകൂടി കഴിക്കുകയും അവരുടെ എല്ലാ രോഗങ്ങൾക്കും അവരെന്നോട് വന്ന് താങ്ക്സ് പറയും. അപ്പോൾ ഞാൻ പറയും എന്നോടല്ല താങ്ക്സ് പറയേണ്ടത്, ജീസസിനോടും അമ്മ മാതാവിനോടുമാണ് താങ്ക്സ് പറയേണ്ടതെന്ന് പറയും. അവരത് പറയുകയും ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും കേരളം വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരാമെന്നും അവർക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അർഹതപ്പെട്ടവർക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുമുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കാൽവരിയിൽ ചെന്നാണ് ദിവ്യബലി അർപ്പിക്കുന്നത്. കുമ്പസാരം 3 മാസത്തിലൊരിക്കലേ നടത്താറുള്ളൂ. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി. ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ജോബിൻ്റെ പുസ്തകം 19:25. എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടെ നിന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ സഹോദരിയുടെ സാക്ഷി നമ്മോട് പറയുന്നത് ജീവനോടുകൂടി ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ നിന്ന് അവർക്ക് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധമ്മ ഇടയാക്കിയത് ഉടമ്പടി ജീവിതത്തോടുള്ള വലിയ കടപ്പാടായിരുന്നു, കൃത്യതയായിരുന്നു, ശ്രദ്ധയായിരുന്നു, ബഹുമാനമായിരുന്നു, സത്യസന്ധതയായിരുന്നു. അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ നിന്നുകൊണ്ട് അവർ യൂട്യൂബിലുള്ള ആരാധന, അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലുള്ള പങ്കാളിത്തമൊക്കെ കൂട്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധമ്മ അന്ന് അച്ഛനിലൂടെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയാണ്. ആ യൂട്യൂബിലുള്ള ആരാധനയിലൂടെയാണ് അവർക്ക് സമാധാനം ലഭിക്കുന്നത്, അവർക്ക് സന്തോഷം ലഭിക്കുന്നത്. അങ്ങനെ യൂട്യൂബിലുള്ള ആരാധനയിൽ പരിശുദ്ധമ്മ ബഹുമാനപ്പെട്ട അച്ഛനോട് പറയുന്നത് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ അതൊരു വലിയ കൃപയായി നമുക്ക് പരിശുദ്ധമ്മ തരുന്ന ഗിഫ്റ്റായിട്ട് കൂട്ടുന്നു. അങ്ങനെ ഉടമ്പടി ജീവിതം കൃത്യതയിലോട് പോകുമ്പോൾ പരിശുദ്ധമ്മ നമ്മൾക്ക് ശക്തനായവരിൽ നിന്ന് വൻ കാര്യം ചെയ്തു തരും. പരിശുദ്ധമ്മയോട് സ്നേഹത്തിലും കൂടെ നിൽക്കുമ്പോൾ അമ്മയിൽ സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് ഉടനടി പരിഹരിക്കും. ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമാണ്.
അങ്ങനെ ഈ മക്കൾക്ക് കിട്ടിയ വലിയ കൃപയ്ക്ക് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും ആയിട്ട് കൃപാസന അൾത്താരയിൽ ഈ സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബിടെക് കഴിഞ്ഞത് 2012 അതിനുശേഷം ഞാൻ ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നുപോലും വിജയിക്കാനായിട്ടില്ല. പല എക്സാമുകളുടെയും പിന്നീട് വന്ന പ്രിലിംസുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആവുന്നുണ്ട്. പക്ഷേ മെയിൻസിനൊന്നും എനിക്ക് വേണ്ട രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനോ അത് ക്ലിയർ ആക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒരു ജോലിയില്ലാത്ത വിഷമം എന്നെ 2012-13 സമയം തൊട്ടേ എന്നെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ അവരെയും വെച്ചിട്ട് എനിക്ക് പഠിക്കാനും നല്ല പ്രയാസമായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ എങ്ങനെയെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പം എനിക്ക് എക്സാമുകളൊന്നും വേണ്ട രീതിയിൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ടെക്നിക്കൽ ഫീൽഡിൽ എക്സാമിന് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ടെക്നിക്കൽ ഫീൽഡിൽ തന്നെ എനിക്കൊരു ജോലി വേണം എന്നുള്ളത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ജോലി ലഭിക്കുന്നത് എനിക്കൊരു ആഗ്രഹമായിട്ട് അന്ന് മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ. പക്ഷേ ഒരുപാട് മാർക്ക് വേണം അവിടെ ഒരു ജോലിയൊക്കെ ലഭിക്കുന്നതിന്. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ലെന്ന് അന്നേ എനിക്ക് അറിയായിരുന്നു. എങ്കിലും എൻ്റെ ഉള്ളിൽ എവിടേക്കോ ഉണ്ടായിരുന്നു. പലപ്പോഴും പല എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവിടെ കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ സർക്കാർ ജോലിക്കാണ് കൂടുതലും പഠിച്ചിരുന്നത്. അങ്ങനെ പല എക്സാമുകളും കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ മെൻ്റലി ഞാൻ ഒരുപാട് ഡിപ്രഷനിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മക്കളെയും കൊണ്ട് ഇനി എനിക്കൊരു ജോലി ലഭിക്കത്തില്ല എന്ന് ഞാൻ ഞാൻ വിചാരിച്ചിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും വീട്ടിലിരുന്നൊക്കെയുള്ള ജോലികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ചെയ്യാം എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഓരോ തവണയും മറ്റ് ബിസിനസ്സിൽ എന്തെങ്കിലും ഏർപ്പെടാനായിട്ട് നിർബന്ധിച്ചിരുന്നു. കാരണം സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുറത്താരെയും അറിയിക്കാൻ പറ്റാതെ ഞങ്ങൾ തന്നെ അത് കുഴപ്പമില്ല, ഇനി നെക്സ്റ്റ് ടൈം നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു തവണയും കൂടെ ഞാൻ എക്സാം എഴുതട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരിക്കൽ 2022 മൊബൈലിൽ ഇങ്ങനെ ഞാൻ എന്തോ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കൃപാസനത്തിൻ്റെ ഈ വീഡിയോയും സാക്ഷ്യവും ഞാൻ കാണാനിടയായത്. അങ്ങനെ ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നും അതുപോലെ ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു വ്യത്യാസം നമുക്കുണ്ടാവും, എന്തൊക്കെയോ ആഗ്രഹങ്ങളൊക്കെ പലർക്കും സാധിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് യൂട്യൂബ് വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാനിത് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എനിക്ക് വേണ്ട രീതിയിൽ അങ്ങോട്ട് പാലിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് വയനാടായിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ താമസിച്ചിരുന്നത് ഫാമിലി ആയിട്ട്. അപ്പോൾ അവധി സമയത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. എനിക്ക് അവധി സമയത്ത് നാട്ടിലേക്ക് വരുമ്പോൾ പോലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആളുകളെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട്. കാരണം ഞാൻ ബിടെക് വരെ പഠിച്ചിട്ട് ഡിപ്ലോമ, ബിടെക്, പിന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ ടെക്നിക്കൽ സ്കൂളായിരുന്നു. ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് ഇത്രത്തോളം എത്തിയിട്ടും ഒരു ജോലി ഇതുവരെ ആയിട്ടില്ലല്ലോ, PSC പ്രിപ്പയർ ചെയ്തു അതിനും ഒന്നും ശരിയായിട്ടില്ലല്ലോ എന്നുള്ള എനിക്ക് കുറ്റബോധം നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആളുകളെ ഫേസ് ചെയ്യാൻ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ 2022 ഇനിയിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എനിക്ക് എന്തായാലും അത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നേരിട്ട് വന്ന് തന്നെ ഉടമ്പടി എടുക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ചെറിയ മോനെയും കൊണ്ട് ഇളയ ആളിനെയും കൊണ്ട് അന്ന് കൈക്കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു 2022 ഡിസംബർ 29 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു. ഇവിടെ 1-2 ചേച്ചിമാരൊക്കെ ആയിരുന്നു എൻ്റെ ബാഗും മറ്റ് സാധനങ്ങളും ഒക്കെ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് പിടിച്ചിരുന്നത്. ഞാൻ അവിടെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട് ഭയങ്കര പാടുപെട്ട് ഞാൻ നിന്നിട്ടാണ് അവനെയും കൊണ്ട് ഞാൻ ആ കൗൺസിലിംഗ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തത്. അന്ന് തൊട്ടേ ഞാൻ ഉടമ്പടിയിലെടുത്തു. 2022 ഡിസംബർ 29 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അതിനുശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഉടമ്പടിയിൽ തന്നെ നിൽക്കാനായിട്ടും നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ പുതുക്കാനായിട്ടും നാട്ടിലേക്ക് വരുമ്പോഴെല്ലാം ഇവിടെ വന്നു പോകാനും ഉടമ്പടി പുതുക്കാനായിട്ടും ഞാൻ ശ്രമിച്ചിരുന്നു. പത്രങ്ങൾ ഞാൻ ഒരുപാട് സ്ഥലത്തായിട്ട് കൊണ്ടു കൊടുത്തു. പല സ്ഥലത്തു നിന്നും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഒന്നും കിട്ടിയിരുന്നില്ലെങ്കിൽ പോലും ഞാൻ എന്തായാലും ഇതിൽ തന്നെ തുടരാനായിട്ട് ഞാൻ തീരുമാനിച്ചിരുന്നു. കാരണം എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് മാതാവിനെയും തിരുകുമാരനെയും ഒരുപാട് ഇഷ്ടമാണ്. അപ്പം മാതാവിൻ്റെ ആ ഒരു വാത്സല്യമൊക്കെ എനിക്ക് ചെറിയ രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം പ്രാർത്ഥനകളും മറ്റ് ജപമാല പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഒരുപാട് ഗാനങ്ങളും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതൊക്കെ എനിക്ക് കുറേയൊക്കെ അറിയായിരുന്നു.
ബൈബിള് ഞാൻ റീഡ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, പക്ഷേ ഞാനിങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്, പലരും ഫ്രണ്ട്സൊക്കെ വായിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും ഉടമ്പടിയിൽ അങ്ങനെ കഴിഞ്ഞു പോയ സമയത്ത് ഞാൻ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഞാൻ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ചെയ്ത് പണ്ട് ഞാൻ മനസ്സിൽ ഓർത്ത അതേ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ഞാൻ ഒരു കോൺട്രാക്റ്റ് ബേസിൽ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. ബയോഡേറ്റ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ എക്സാം അപ്ലൈ ചെയ്തിരുന്നു. അതിൻ്റെ റിട്ടൺ എക്സാമിനും ഇൻ്റർവ്യൂവിനുമായിട്ട് കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും അവർ റിട്ടണും ഇൻ്റർവ്യൂ നടത്തി തന്നെ എടുക്കത്തോളം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ വയനാട് നിൽക്കുന്ന സമയത്ത് എനിക്ക് മെയിൽ വഴി റിട്ടൺ എക്സാം ഉണ്ട്, അന്നേ ദിവസം തന്നെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് എനിക്ക് മെയിൽ വഴി സാർ എന്നെ അറിയിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് പേടിച്ചിട്ടാണ് ഞാൻ ആ റിട്ടൺ എക്സാം പോയത്. കാരണം നല്ല ടഫായിരുന്നു. കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും ശരിക്കും ഒരു പെർമനൻറ്റ് ജോബിൻ്റെ അതേ ടഫോട് കൂടിയായിരുന്നു എനിക്ക് ആ എക്സാം. ഞാൻ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും അമ്മയുടെ കാശുരൂപവും ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് വിഷമിച്ച് ഞാൻ വയനാട് നിന്ന് വന്ന് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തത്. ഞാൻ ഒറ്റയ്ക്കാണ് ആ എക്സാമിന് വന്നത്. എക്സാമിന് വന്നപ്പോൾ എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ജലദോഷവും പനിയും ശരീരവേദനയും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നെ അലട്ടിയെങ്കിലും ഞാൻ മാതാവ് എനിക്ക് തരും, അല്ലെങ്കിൽ മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ജോലി എനിക്ക് ലഭിക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ ഞാൻ എക്സാം വന്ന് അറ്റൻഡ് ചെയ്തു. എക്സാം കഴിഞ്ഞ് നല്ല ടഫായതുകൊണ്ട് ദൈവമേ ഞാൻ ഇപ്പം തന്നെ തിരിച്ചു കൊണ്ട് വരുമോ എന്നൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ 1.5 മണിക്കൂറിന് ശേഷം തന്നെ ആ 10 പേര് എക്സാം, ഞാൻ ഉൾപ്പെടെ 10 പേര് എക്സാം എഴുതിയതിൽ 5 പേരെ സാർ വിളിച്ചു. അതിൽ ആദ്യത്തെ കോൾ എനിക്കായിരുന്നു. നിങ്ങൾ റിട്ടേൺ എക്സാം ക്ലിയർ ആയി, ഇനി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തു, 1 മണിക്കൂറിനകം ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ അത്രയും പാടായിട്ട് ഒരു എക്സാമും ഇതുവരെ എഴുതിയിട്ടില്ല, പ്രത്യേകിച്ച് ടെക്നിക്കൽ ഫീൽഡ്. ഞാൻ 2012 കോഴ്സ് കഴിഞ്ഞിട്ട് ഈ 12 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിലേക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. വേണ്ട രീതിയിലുള്ള പ്രിപ്പറേഷനൊന്നും പറ്റുന്നില്ലെങ്കിലും ഞാൻ മാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ എന്തായാലും അറ്റൻഡ് ചെയ്യാമെന്നുള്ള ധാരണയിലെത്തി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞങ്ങൾ 10 പേരിൽ 5 പേര്, ഞാൻ ഉൾപ്പെടെ 5 പേര് ഷോർട്ട് ലിസ്റ്റായി. അതിൽ അന്നേ ദിവസം തന്നെ ഞങ്ങൾ ഈ 5 പേരെ ഷോർട്ട് ലിസ്റ്റിൽ ഒരാളെ അന്ന് തന്നെ എടുത്തിരുന്നു. എങ്കിലും ആ ഒരാളെ എടുത്തതിൽ ഞാനില്ല എന്നുള്ളതാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു സങ്കടമൊന്നും ഫീൽ ചെയ്തില്ല. കാരണം മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു ജോലി എനിക്ക് ലഭിക്കുമെന്നുള്ള, എന്നെങ്കിലായാലും എനിക്കത് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മാസങ്ങളൊക്കെ കടന്നുപോയി. പക്ഷേ ജോലിയുടെ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഒരു നീക്കുപോക്കൊന്നും ആയില്ല. അവിടെ പ്രത്യേകിച്ച് വേക്കൻസി ഒന്നും പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വേക്കൻസിന് 5 വേക്കൻസിയിൽ 4 വേക്കൻസി ഉണ്ടെങ്കിലേ എനിക്കും കൂടെ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം ലിസ്റ്റിൽ എത്രാമതാണെന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് മാസങ്ങൾ കടന്നുപോയി. പിന്നീട് ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ തന്നെ ടെക്നിക്കൽ ഫീൽഡിലേക്ക് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ബയോഡേറ്റ കൊടുത്തിരുന്നു. അങ്ങനെ ഈ ഒക്ടോബറിൽ സ്ഥാപനത്തിലേക്ക്, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. തൊട്ട് തലേ ദിവസമായിരുന്നു വിളിച്ചിരുന്നത്. അന്ന് ഞാൻ വയനാട് തന്നെയായിരുന്നു. ഞാൻ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യും ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിനെയും വിളിച്ചിട്ട് ഞാൻ അന്ന് രാത്രി തന്നെ ബസ്സിൽ കയറിയിട്ട് ഞാനിവിടെ 10 മണിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. എക്സാം ഇൻ്റർവ്യൂ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഇൻ്റർവ്യൂ ക്ലിയർ ആയിട്ട് ഞാൻ ഒക്ടോബർ 13 പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ടെക്നിക്കൽ ഫീൽഡിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട് നല്ലൊരു ജോലി തന്ന് എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പക്ഷേ എനിക്ക് ആ ജോലി ലഭിച്ചെങ്കിലും എനിക്ക് ആ ജോലിക്ക് വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രതിസന്ധികളും മാനസികമായിട്ട് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. എങ്കിലും ഞാൻ അത്രത്തോളം മാതാവിനെ വിളിച്ചിട്ട് എനിക്ക് മാതാവ് തന്ന ജോലി ആയതുകൊണ്ട് ഞാൻ സന്തോഷത്തോടു കൂടി ആ ടെക്നിക്കൽ ഫീൽഡിൽ ആ ജോലി ചെയ്യാനായിട്ട് ഞാൻ സന്തോഷത്തോടെ പോയി വന്നു. ഞാൻ 2 വീലറിലും ട്രെയിനിലും ബസ്സിലുമായിട്ടാണ് ഞാൻ ആ ജോലിക്ക് എത്തിയിരുന്നതും തിരിച്ചു പോയിരുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ആ കോൺട്രാക്റ്റ് ബേസിസിലുള്ള എക്സാമിന് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത അതേ റിട്ടേൺ എക്സാം ഇൻ്റർവ്യൂവും കഴിഞ്ഞില്ല, 2ാമത്തെ വേക്കൻസി വന്ന് എന്നെയാണ് വിളിച്ചത്. അപ്പം ആ ജോലിയിലേക്ക് ഞാൻ നാളെയാണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 12 വർഷത്തിന് ശേഷം ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിൽ എൻ്റെ മെറിറ്റ് കൊണ്ട് ഒരിക്കലും എനിക്ക് ആ ജോലി ലഭിക്കുന്നതല്ലായിരുന്നു. ഞാൻ മാതാവിനെ ചേർത്ത് പിടിച്ച് തൈലവും അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പിൻ്റെയും അമ്മയുടെ കാശുരൂപത്തിൻ്റെയും ബലത്തിൽ ഞാൻ നാളത്തെ ആ ഒരു ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് മാതാവിൻ്റെ അടുത്തും തിരുകുമാരൻ്റെ അടുത്തും നന്ദി പറയാനും ഈ സാക്ഷ്യം പറയാനുമായിട്ടാണ് ഞാനിവിടെ വന്നത്. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കാരുണ്യ പ്രവർത്തികളായിട്ടും ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. അനാഥാലയത്തിൽ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൃദ്ധസദനത്തിൽ ഞാൻ വേലകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, എങ്കിലും അത്യാവശ്യം ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ
ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു. അത് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സന്തോഷം തരുന്നതായിരുന്നു. ബൈബിൾ റീഡിങ് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു, അതെനിക്ക് സാധിച്ചു. എനിക്കൊരു ബൈബിള് എനിക്ക് അങ്ങനെ കിട്ടിയായിരുന്നു വായിക്കാനായിട്ട്. അതുപോലെ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പല വചനങ്ങളും എനിക്കറിയായിരുന്നു. ഞാൻ എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുന്നതും പിന്നെ ആയിട്ടുള്ള വചനം ഉണ്ടായിരുന്നു. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുക എന്നുള്ള വചനം ഞാൻ എപ്പോഴും ചൊല്ലുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ നമ്മുടെ ഡെയിലി ബ്രെഡ് പ്രെയർ ഞാൻ മുടക്കാതെ തന്നെ ചൊല്ലുമായിരുന്നു. മോൾ ആ സമയത്ത് ഉറങ്ങിക്കിടക്കുമായിരിക്കും, എൻ്റെ മക്കൾ ഉറങ്ങിക്കിടക്കുമായിരിക്കും, എങ്കിലും ഞാൻ ആ തൈലം തൊട്ട് അവർക്കും കുരിശ് വരച്ച് ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. ഈ ഒരു സാക്ഷ്യം എനിക്കിവിടെ പറയാൻ ലഭിച്ചതിന് കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനമാണിത്. ഐശ്വര്യ എന്ന മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രാർത്ഥനയും വിശ്വാസവും തമ്മിലുള്ള ശക്തമായ ഒരു ബന്ധമാണ്. നാം അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടേതെന്ന് ഉള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. ചിലപ്പോൾ സമയമെടുക്കുമെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണെങ്കിൽ ദൈവം അത് നിശ്ചയമായും നിറവേറ്റിത്തരും എന്നതാണ് ഉടമ്പടി മക്കൾക്ക് പ്രത്യാശ വയ്ക്കാവുന്ന ഒരു കാര്യം. മകൾ ഐശ്വര്യ പറഞ്ഞ സാക്ഷ്യത്തിൽ 12 വർഷത്തെ ഗ്യാപ്പാണ് കരിയറിലുണ്ടായിരുന്നത്. ഇൻ്റർവ്യൂ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇൻ്റർവ്യൂവിന് പോയി നല്ലതുപോലെ പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ സെലക്ഷനായില്ല, ഒരാൾ മാത്രമാണ് 10 പേരിൽ സെലക്ഷനായത്. പിന്നീട് കർത്താവ് ഒരു വഴിയൊരുക്കി കൊടുത്തു, ഈ മകൾക്ക് വേറൊരു ജോലി കൊടുത്തു. അന്നേരം ഈ മകൾ പറഞ്ഞത് മാതാവിൻ്റെ ഇഷ്ടമാകട്ടെ, ഈശോയുടെ ഇഷ്ടമനുസരിച്ചാകട്ടെ. പിന്നീടാണ് വീണ്ടും ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ടെക്നിക്കൽ ഫീൽഡ് കോൺട്രാക്ട് സ്റ്റാഫായിട്ട് ഈ മകൾക്ക് ജോലി നൽകി ഈശോയും മാതാവും അനുഗ്രഹിച്ചത്. പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ, പ്രത്യാശയോടെ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എല്ലാം നടത്തി കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളും മറ്റാൽ ആധ്യാത്മികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ഈശോയും അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സംശയമില്ലാത്ത വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ആഗ്രഹിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും ഉചിതമായ സമയത്ത് നമുക്ക് മറുപടി നൽകാനായി നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ചും ഐശ്വര്യ SR എന്ന മകളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഈ പുതിയ ജോലിക്കും ആ മകളുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ മഹത്വം. എൻ്റെ പേര് എലിസബത്ത് സാവിയോ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം സഫലമായത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. ഇതെൻ്റെ മകളാണ് സിയ സാവിയോ. മോള് 3.5 വർഷമായി ജർമ്മനിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പഠിച്ച് ഒരു 2 വർഷം ആയപ്പം മുതൽ എല്ലാവരും ചോദിച്ചു തുടങ്ങി, മോൾ പോകാറായില്ലേ. ആ ചോദ്യം കേട്ട് മടുത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത അവസ്ഥ വരെ ആയി. അങ്ങനെ ഇരിക്കെ ഞങ്ങളൊരു ഏജൻറ്റിൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉൾപ്പെടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്ത് ഏൽപ്പിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. അതിനുശേഷം ഏറെക്കുറെ 1 വർഷത്തിന് ശേഷം അവർ ഒരു ഇൻ്റർവ്യൂ നടത്തി, ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തി. അതിൽ അവൾ പാസ്സായി. അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷ കൂടുതലായി. പിന്നീട് അതിനെക്കുറിച്ച് ഒരു അറിയിപ്പുമില്ല, അതങ്ങനെ സ്റ്റക്കായി അവിടെ നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഒത്തിരി വിഷമിച്ചു. കാരണം ആൾക്കാരെല്ലാം പുറത്തുനിന്ന് ചോദ്യം തുടങ്ങി, ഈ കുഞ്ഞിനെ ഇവിടെ പഠിപ്പിച്ചുകൂടായിരുന്നോ, ഇപ്പോൾ പഠിച്ച് പാസ്സാവില്ലായിരുന്നോ, അങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം നേരിട്ട് ഞങ്ങൾ ഉത്തരം പറഞ്ഞ് മടുത്ത അവസ്ഥയിലായി. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫിനോട് പറഞ്ഞു, ചേച്ചി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിനൊരു ഉത്തരം കിട്ടും. അങ്ങനെ ഞങ്ങൾ ആ ഒരു വാക്കിൽ അങ്ങ് വിശ്വസിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ കൊടുത്ത ഏജൻറ്റ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഇനി എന്നെക്കൊണ്ട് നോക്കിയാൽ നടക്കൂല, നിങ്ങളുടെ പൈസ ഞാൻ തിരിച്ചിടുക എന്ന് പറഞ്ഞു. അപ്പോൾ
ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എനിക്കെൻ്റെ മനസ്സിൽ തോന്നി എൻ്റെ പ്രാർത്ഥനയല്ല, ദൈവത്തിൻ്റെ പദ്ധതി എന്തോ നടപ്പാകാൻ പോകുന്നു എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ മോളുടെ ഒരു കൂട്ടുകാരി ജർമ്മനിയിലുണ്ട്, പ്രിയ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, സിയ കുഞ്ഞിന് വേണ്ട എല്ലാ കാര്യവും ഞാനിവിടെ ചെയ്യുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം, അമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയോടുകൂടി വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഇരിക്കെ ഇവൾക്ക് അവിടെ അപേക്ഷ വെച്ചു, കോൺട്രാക്റ്റ് അവർ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് അവർ പോസ്റ്റിലിട്ടതിന് ശേഷം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് പോസ്റ്റിൽ വരുമെന്നുള്ള വിശ്വാസത്താൽ വിസയ്ക്ക് ഡേറ്റ് എടുത്തു നവംബർ 24 രാവിലെ മെയിൽ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. 2:30 വിസയ്ക്ക് നമുക്ക് സമയം തന്നേക്കുന്നത്. പക്ഷേ അന്നും വന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഇന്ന് പോകണം, നമുക്ക് ഡേറ്റ് അങ്ങ് നീട്ടിയെടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് നോക്കാം, അവിടെ ചെന്ന് നോക്കിയിട്ട് അവർ പറയുന്നത് പോലെ ചെയ്യാം. അപ്പം മോളുടെ കയ്യിൽ ഞാൻ നെറ്റിയിൽ തൈലം കുരിശ് വരച്ചു. അവൾ കൊണ്ടുപോകുന്ന ഫയലിൽ ഞാൻ തൈലം പുരട്ടി. കാശുരൂപം ഞാൻ അവളുടെ പേഴ്സിലിട്ട് കൊടുത്തു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, കാശുരൂപം വല്ലയിടത്തും പോവുമോ, കാണാതെ പോയെങ്കിലോ? ഞാൻ പറഞ്ഞില്ല, എങ്ങും പോവില്ല, അത് അതിനകത്ത് കടന്നോട്ടെ. ഞാൻ ഇവൾക്ക് എന്താവശ്യം വന്നാലും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോൺട്രാക്റ്റ് ഇല്ലാതെ വിസയ്ക്ക് പോയ എൻ്റെ മോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഒരു പേപ്പർ കുറവുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, ഏത് പേപ്പറാണ് കുറവുള്ളത്? അവൾ പറഞ്ഞു, കോൺട്രാക്റ്റ് ഇല്ലാതെയാണോ വിസയ്ക്ക് വന്നതെന്ന് ചോദിച്ചു അവരോട്. അപ്പോൾ അവൾ പറഞ്ഞു, അവർ പോസ്റ്റിൽ അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ, അവർ കിട്ടുമ്പോൾ ഞാൻ അതുമായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് പറ്റില്ല, കോൺട്രാക്റ്റ് ഇല്ലാതെ ഒരു കാരണവശാലും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തൊട്ടടുത്ത വാചകം അവർ പറഞ്ഞു, അവരോട് മെയിലിട്ട് തരാമോ എന്ന് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഇവിടുന്ന് പ്രിൻ്റ് എടുത്ത് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വിസയ്ക്ക് വയ്ക്കാം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. മോളവിടെ മെയിലിട്ടു, അവർക്ക് വേണ്ടി മെയിലിട്ട് ചോദിച്ചപ്പോൾ അവർക്ക് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഈ ഇവരുടെ കൂട്ടുകാരി പ്രിയേനെ തന്നെ, ആ കുട്ടി ക്ലാസ്സിലായിരുന്നു, ആ ക്ലാസ്സിൽ നിന്ന് ആ കുട്ടി പുറത്തിറങ്ങി വന്ന് ഇവരെ വിളിച്ച് മെയിലിട്ട് കൊടുത്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ആ കൂടെ അറ്റാച്ച് ചെയ്ത് വിസയ്ക്ക് വെച്ചു. 20 വർക്കിംഗ് ഡേയ്സാണ് അവർ പറഞ്ഞത് പാസ്പോർട്ട് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ ഉടമ്പടി പുതുക്കാറായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ മോളെന്നോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി പുതുക്കാൻ പോകും, എൻ്റെ ഒരു കൂട്ടുകാരി പോകുന്നുണ്ട്, ഞാൻ ഉടമ്പടി പുതുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നവംബർ 24 വിസയ്ക്ക് വെച്ചു. ഡിസംബർ 15 മോള് ഉടമ്പടി പുതുക്കാൻ വന്നു. ഞാൻ പറഞ്ഞു, നിൻ്റെ വിസ വരും, അന്നേരം ഞാൻ സാക്ഷ്യം പറയുകയും ഉടമ്പടി പുതുക്കുകയും ചെയ്യുന്നേ ഉള്ളൂ, അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ വന്ന് 15 ഉടമ്പടി പുതുക്കി 1:30 ആയപ്പം ഇവൾ പുറത്തേക്ക് ഇറങ്ങി ഫോൺ ഓണാക്കിയപ്പം ആദ്യത്തെ ബെല്ല് വന്നു, പാസ്പോർട്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് വന്ന് ഇവൾ വേഗം അവിടെ ചെന്ന് കൂട്ടുകാരും കൂടെ പോയി ചെന്ന് നോക്കിയപ്പോൾ വിസ അടിച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ ആകാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു വിസയായിരുന്നു. കാരണം മെയിലിൽ ജർമ്മൻ ഭാഷയിൽ വന്ന ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് ചെയ്യണമായിരുന്നു. ഇവർക്ക് 2:30 സമയം കൊടുത്തത് കൊണ്ട് ഇവളുടേതും കൂടെ മേടിച്ചിട്ട് വേണമായിരുന്നു അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട്. അത് കാരണം ഇവൾക്ക് തോന്നിയ അവളുടെ ബുദ്ധിയിൽ തോന്നിയതുപോലെയാണ് ഫോം ഫില്ല് ചെയ്ത് വിസയ്ക്ക് വച്ചത്. അപ്പോൾ അവൾ എന്നോട് കൂടെ പറയും, റിജക്ഷൻ ഒരുപാട് സാധ്യതയുണ്ട്, കിട്ടുമല്ലോ എന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, കിട്ടിയില്ലെങ്കിൽ വേണ്ട, നമുക്കല്ലെങ്കിൽ വേറൊരു പദ്ധതി ദൈവം കരുതിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് മോക്ക് വിസ വന്നു, ടിക്കറ്റ് എടുത്തു. 23 അവൾ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തേക്കാണ്. ടിക്കറ്റ് എടുക്കുന്ന നേരത്ത് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കാരണം ടിക്കറ്റ് എടുക്കുന്ന ദിവസം മോൾക്ക് അവിടെ ചെല്ലുമ്പം ഒന്ന് സഹായിക്കാനോ കൂടെ വിളിക്കാനോ ഒരാളെ കിട്ടാതെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പോൾ 15 കിട്ടിയിട്ടും 16, 17, 18 ടിക്കറ്റ് എടുക്കാൻ പറ്റാതെ കൊണ്ട് ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് വചനം പ്രസംഗം കേട്ട സമയത്ത് അതിനകത്ത് പറഞ്ഞു, നിങ്ങൾ ഏത് വിഷയത്തിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നോ അതിൻ്റെ ബുദ്ധിമുട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മുന്നുമായിട്ട് നിങ്ങൾക്കത് പരിഹരിച്ച് കിട്ടുമെന്നൊരു വചനം അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. ഉച്ചയായപ്പോഴേക്കും മോളുടെ ഒരു കൂട്ടുകാരിയും വന്ന് അവളെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചോളാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾക്ക് വേണ്ടി ഒരു കോടാനുകോടി അനുഗ്രഹം ചെയ്ത മാതാവിനും ദൈവത്തിനും മഹത്വവും നന്ദിയും അറിയിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടി എടുത്തതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനത്തിനായി എങ്ങും അന്വേഷിച്ച് പോകാതെ തന്നെ എൻ്റെ മുന്നിൽ ആവശ്യമുള്ളവർ എത്തിപ്പെടാറുണ്ട്. സാമ്പത്തികമായിട്ടും എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ എൻ്റെ മുന്നിൽ വന്ന്, എനിക്കൊരു പരിചയമില്ലാത്ത പലരും എൻ്റെ മുന്നിൽ വന്ന് സഹായം മറ്റുള്ളവരോട് ചോദിക്കുന്നത് കേട്ട് ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ ഒരുപാട് സമയം വായിക്കാനുള്ളൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഉടമ്പടി ഇതുപോലെ തന്നെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും ആത്മീയമായിട്ട്, അതായത് പള്ളിയിലും പോകാനും, മോൾക്ക് പ്രത്യേകിച്ച് എല്ലാ ദിവസവും തന്നെ മുടങ്ങാതെ പള്ളിയിൽ പോകാനും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കുമെന്നും പറഞ്ഞ് പള്ളിയിൽ പോലും പോകാതിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം മുടങ്ങാതെ പള്ളിയിൽ പോയി അവൾ കുർബാനയിൽ സംബന്ധിക്കുകയും കുർബാന സ്വീകരിക്കുകയും വേദപാഠം പഠിപ്പിക്കാൻ പോവുകയും അങ്ങനെ ഒരുപാട് ഉയർച്ചകൾ ദൈവം വാരിക്കോരി ഞങ്ങൾക്ക് തന്നു. കോടാനുകൂടി അനുഗ്രഹം തന്ന ദൈവത്തിന് മഹത്വവും നന്ദിയും ഈ സമയം ഞാൻ അർപ്പിക്കുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. സങ്കീർത്തനം 18:6. എലിസബത്ത് സാവിയോ എന്ന മകളുടെ സാക്ഷ്യമാണ് നാം കേട്ടത്. 3.5 വർഷമായിട്ട് ജർമ്മനിക്ക് പോകുവാൻ ശ്രമിക്കുകയായിരുന്നു. പല കാരണങ്ങളാൽ നടക്കുന്നില്ലായിരുന്നു. പിന്നെയാണ് ബ്രദറിൻ്റെ വൈഫ് പറഞ്ഞതനുസരിച്ച് ഉടമ്പടി എടുക്കാനായിട്ട് ഈ അമ്മയും മകളും പരിശുദ്ധ അമ്മയുടെ അടുക്കലെത്തിയത്. ഇവരുടെ മെറിറ്റ് എല്ലാം പോയെന്ന് ഇവർക്ക് മനസ്സിലായി. 3.5 വർഷം ട്രൈ ചെയ്തു. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. ഈശോയും അമ്മയും ഇവരുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു. ഈശോയും പരിശുദ്ധ അമ്മയും നമ്മുടെ പ്രാർത്ഥനകളിലും ആവശ്യങ്ങളിലും തക്ക സമയത്ത് ഇടപെട്ട് നമ്മെ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും വഴികളിൽ നയിക്കുന്നതാണ് ഉടമ്പടി ജീവിതം. ഇതാണ് നമ്മൾ ഈ മക്കളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഈ മകളുടെ കാര്യത്തിൽ നമ്മൾ കേട്ടു. മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നവംബർ 24 കോൺട്രാക്റ്റ് ഇല്ലാതെ വിസയ്ക്ക് പോയി. എല്ലാ പ്രശ്നങ്ങളും എല്ലായിടത്തും ഈശോയുടെ അമ്മയുടെ ഒരു സാന്നിധ്യം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 15-ാം തീയതി പുതുക്കുവാൻ വന്നപ്പോൾ അന്ന് വിസ കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ മകൾ ഇവിടെ പുതുക്കുവാനായിട്ട് വന്നത്. അന്നും ആ നിയോഗം തന്നെയാണ് വെച്ചിരുന്നത്. നിയോഗം വെച്ച് പുറത്തിറങ്ങിയില്ല. അതിനു മുൻപേ ഇവർക്ക് വിസ ലഭിച്ചു. ഇതൊക്കെയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് നടക്കില്ല, സാധിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈശോയും പരിശുദ്ധ അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് നമുക്കെല്ലാം സാധിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകുന്ന ഉത്കണ്ഠകളും പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ടോക്ക് പറഞ്ഞപ്പോൾ ടോക്കിന് ഈ മക്കൾ കേട്ടു 7 മണിക്ക് മുൻപ് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് കിട്ടുമെന്ന്. പലതരം ഈ ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥനയിൽ പല ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്താണ് പ്രാർത്ഥിക്കുന്നത്. രാവിലെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൻ്റെ ടോക്കിൻ്റെ സമയത്ത് പല വ്യക്തികൾക്കും ഒത്തിരി ബ്ലെസ്സിങ് ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ടോക്ക് കേട്ട് വിശ്വസിച്ച് വെയിറ്റ് ചെയ്തവർ ഒത്തിരി പേരുണ്ട്. അവരുടെ സാക്ഷ്യങ്ങൾ പലപ്പോഴും നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നതാണ്. 7 മണിക്ക് മുൻപ് പല കാര്യങ്ങളും സാധിച്ചതായിട്ട്. അങ്ങനെ ഇവരുടെ ജീവിതത്തിലും ഈശോയും പരിശുദ്ധമ്മയും കൂടെ നിന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. നമുക്കും ഈശോയുടെ അമ്മയുടെ കൂടി ചേർന്ന് നിന്ന് നമുക്ക് ഡേറ്റ് ഇട്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. കാരണം പരിശുദ്ധ അമ്മ കാനായിൽ വെച്ച് ആ കുടുംബത്തിൻ്റെ അപമാനകരമായ സാഹചര്യത്തിലാണ് ആ കുടുംബത്തെ സഹായിക്കാനായിട്ട് ഈശോയോട് പറഞ്ഞത്. ഈശോ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത ഒരു ഈശോയാണ്. നമ്മുടെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണുവാൻ സാധിക്കുന്ന ഒന്നാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഓരോ കാര്യം കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെല്ലാം ഈശോയോട് പറഞ്ഞ് നമുക്ക് ചെയ്തു തരുന്ന ഒരു ഈശോയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മക്കളുടെ ജീവിതത്തിൽ എലിസബത്ത് സാവിയോ എന്ന ആ മകളുടെ കുടുംബത്തിനും നൽകിയ ഈശോയും അമ്മയും കനിഞ്ഞ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം.